സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൂർക്ക വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ കൂർക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞളും ഉപ്പും 2-3 പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുക, കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 കുഞ്ഞ് ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചുവന്ന മുളക് ഇടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുക. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 2-3-4 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുഞ്ഞുള്ളി ചതയ്ക്കുക. ആ കുഞ്ഞുള്ളി ചതച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 വലിയുള്ളിയാണ് നമ്മളെടുത്തത്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വാടുമ്പോൾ ഈ ചുവന്ന മുളക് നമ്മൾ പൊടിച്ചു വെച്ചതില്ലേ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കുരുമുളക് പൊടി കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കൽ ചേർത്ത് കൊടുക്കാം. മഞ്ഞളും ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ച കൂർക്കലാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരൽപ്പം ഗരം മസാല കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂർക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും താങ്ക് യു.